പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുള്ള, ദൈവശക്തിയാൽ നിറയപ്പെടാനുള്ള രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തു ഈ വാക്യത്തിൽ പറയുന്നത്. എന്താണ് ഇവിടെ കർത്താവ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞത്? നമ്മൾ ആരാ? ദോഷികളാണ്, പാപികളാണ്. പാപികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് എപ്പോഴാണ് അവർക്ക് വേണ്ടുന്നതല്ല നമ്മൾ കൊടുക്കുന്നത്? ഇപ്പൊ ഞങ്ങളുടെ സിയോണ 6 മാസം ആകാൻ പോകുന്നു. ഞങ്ങളുടെ വീട്ടിൽ ജനിച്ച ഞങ്ങളുടെ കുഞ്ഞാണ്. അവൾക്ക് വിശപ്പ് വന്നിട്ടും രോഗം വന്നിട്ടും അവൾ കരയുന്നില്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി പാൽ കൊടുക്കോ? മരുന്ന് കൊടുക്കോ? ഞങ്ങളെല്ലാവരും എന്താ ചിന്തിക്കുന്നത്? ആ കുഞ്ഞിന് വിശപ്പുമില്ല, ദാഹവുമില്ല, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. കരയുന്ന കൊച്ചിനല്ലേ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുള്ളൂ? കരയാത്ത കൊച്ചിനോട് കൊടുക്കോ? അപ്പോൾ ആ കുഞ്ഞിന് ആഹാരം കിട്ടണമെങ്കിൽ, പാല് കിട്ടണമെങ്കിൽ കുഞ്ഞെന്ത് ചെയ്യും? കുഞ്ഞിന് പറയാനറിയാൻ പാടില്ല. അതിനുള്ള ഏക കഴിവ് എന്ന് പറയുന്നത് എന്താണ്? കരയുക എന്നുള്ളതാണ്. അത് കരയുമ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലാകും കൊച്ചിന് വിശപ്പായി. അപ്പോൾ പാല് കൊടുക്കും. പാല് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ കൊച്ചിന് കരച്ചിൽ മാറി. ഇത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന സംഭവമാണ്. ദോഷികളായ നമ്മൾ നമ്മുടെ മക്കൾക്ക് അവർ ചോദിക്കുന്നത്, അവർക്ക് അപ്പം ചോദിച്ചാൽ നമ്മൾ എന്ത് കൊടുക്കും? അപ്പം കൊടുക്കും. മുട്ട ചോദിച്ചാൽ മുട്ട കൊടുക്കും, ഇല്ലേ? മീൻ ചോദിച്ചാൽ മീൻ കൊടുക്കും. അവർ ചോദിക്കുന്നത്, അവരാവശ്യപ്പെടുന്നത്, പാപികളായ മനുഷ്യർ അവരുടെ മക്കൾക്ക് അവർ ചോദിക്കുന്നതിന് കൊടുക്കുന്നുവെങ്കിൽ ഇവിടെ കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. തന്നോട് യാചിക്കുന്നവർക്ക്, ചോദിക്കുന്നവർക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് എന്ന ആത്മാർത്ഥ ഹൃദയത്തോടെ ആര് ചോദിക്കുന്നുവോ അവർക്ക് ധാരാളം പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് അവരെ നിറയ്ക്കുമെന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൽ തുടരുന്ന നമ്മളൊരു കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ തീരുമാനമെടുക്കുകയാണ്. എനിക്ക് ഇത്രയൊക്കെ മതി, ഇത്രയൊക്കെ ആത്മീയത മതി, ഇത്ര പ്രാർത്ഥന മതി, ഇത്രയൊക്കെ ഞാൻ ആരാധിക്കുള്ളൂ, ഇത്രയൊക്കെ ഞാൻ കയ്യടിക്കുള്ളൂ. വലിയ ഉച്ചത്തിലൊന്നും ഞാൻ പ്രാർത്ഥിക്കാനും കയ്യടിക്കാനും ആരാധിക്കാനൊന്നും തയ്യാറല്ല. എനിക്ക് ഇത്ര മതിയെന്ന്, എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട, എനിക്ക് കൂടുതലൊന്നും വളരാൻ താല്പര്യമില്ല, എനിക്കിത് മതി. ആ ഒരു മനോഭാവത്തോടുകൂടെ ഒരാള്, ഒരു വിശ്വാസി സഭയിൽ തുടരുന്നുണ്ടെങ്കിൽ എങ്ങനെ ദൈവം ആ വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറക്കോ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. എല്ലാ മനുഷ്യരും അവരുടെ നീഡ്സിന് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. ചോദിക്കുമ്പോഴാണ് അവർ കിട്ടുന്നത്. കുഞ്ഞുങ്ങൾ അവരുടെ പഠിക്കാനുള്ള ടെക്സ്റ്റ് പുസ്തകങ്ങളോ അല്ലെങ്കിൽ നോട്ട് ബുക്കുകളോ പേനയോ അല്ലെങ്കിൽ സ്കൂളിൽ കൊടുക്കാനുള്ള ഫീസോ പറയുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. അവർ വീട്ടിൽ വന്ന് ചോദിക്കും നമ്മളോട്, എനിക്ക് ഇന്ന ആവശ്യം, സ്കൂളിൽ ഇന്ന ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് അവർക്ക് കൊടുക്കും. ഇതുപോലെ ദൈവശക്തി കൊണ്ട് നമ്മൾ നിറയണമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയണമോ? നമ്മൾ ഇങ്ങനെ ഉദാസീനതയോടുകൂടി ഇരുന്നാൽ ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. കർത്താവ് തന്റെ വചനത്തിൽ എന്താ പറഞ്ഞത്? ഉദാസീനതയോടെ വേല ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. നമുക്കൊരു താല്പര്യമില്ല, നമുക്കിങ്ങനെ ചതഞ്ഞ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നിരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കില്ല. നമ്മൾ നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട പോലെ നമ്മളിരിക്കും. ഒരു വ്യത്യാസവും നമുക്കുണ്ടാവില്ല. നമുക്ക് വ്യത്യാസം വരണം. നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി കൂടണം, ആരാധനയുടെ ശക്തി കൂടണം. നമ്മളെല്ലാത്തിനും ഉത്സാഹമുള്ളവരായി മാറണമെങ്കിൽ ദൈവത്തോട്, കർത്താവിനോട് ആത്മാർത്ഥമായി ചോദിക്കണം. കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണം, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി തരണം, ആ അഭിഷേകത്തിന്റെ ശക്തി എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് കൂടുതൽ നിറവ് തരണം, കൂടുതൽ അഭിഷേകം തരണം, കൃപാവരങ്ങൾ തരണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നാം ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അതല്ലേ കർത്താവ് പറഞ്ഞത്? തന്നോട് ചോദിക്കുന്നവർക്ക്, യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കുറിച്ച് ഒരു ദർശനം യെഹെസ്കേൽ കാണുന്നുണ്ട്. ആദ്യം അദ്ദേഹം ജീവജല നദിയിലൂടെ നടന്നപ്പോൾ കണങ്കാലോളമാണ് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ആ കണങ്കാലുള്ള
ആ ജലത്തിന്റെ നിറവിന് എന്താ കാണിച്ചറിയാമോ? ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പാണ്. പിന്നെ അത് മുട്ടോളമായി. മുട്ടോളം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നത്. പിന്നെ അത് അരയോളമായി, അത് ശുശ്രൂഷയാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു മഹാനദിയായി മാറി പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ അത്യന്ത ശക്തിയുടെ നിറവ് കൊണ്ട് നിറഞ്ഞു. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യരിൽ പറഞ്ഞത്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ ആ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ ആ അത്യന്ത ശക്തിയൊന്നും നമ്മൾ ഇതേവരെ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ചോദിക്കണം, ചോദിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ നിറവ്, ആ ശക്തി, ആ ചാർജിങ് എനിക്ക് ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് 100% ഞാൻ ഉറപ്പായിട്ട് പറയട്ടെ, അവർക്ക് കിട്ടിയിരിക്കും. അവരും പുതിയ മനുഷ്യരായി മാറും. വേണ്ടേ? പരിശുദ്ധാത്മാവിന്റെ നിറവും ശക്തിയും വേണ്ടേ? വേണമെങ്കിൽ ചോദിക്കണം. ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കും.